ഇൻസ്റ്റയിലൊക്കെ ആ ഒരു ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ വൈറലായപ്പോ തൊട്ട് ഒരു പൂച്ചക്കുട്ടിനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ജസ്റ്റ് ഒരു പൂച്ചക്കുട്ടിനെ നോക്കാൻ വേണ്ടി പെറ്റ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരതലിന് ശേഷം ഞാൻ ഒരാളെ ഇതിൽ നോട്ട് ചെയ്തു ട്ടോ. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ആ വാലുമ്മേ പിടിച്ച് കളിക്കണുണ്ടോ? ദേ വീണ്. നല്ല രസമുണ്ടായിരുന്നു ഇവന്റെ കാട്ടിക്കൂടലൊക്കെ കാണാനായിട്ട്. then ഞങ്ങൾ അവനെ ഒന്ന് പുറത്തെടുത്തു ട്ടോ. അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് സ്റ്റുവർട്ട് ലിറ്റിലിന്റെ സ്നോബലിനെയാണ് ഓർമ്മ വന്നത്. എക്സാക്ട് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഐസക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ചെറുതാണ് ട്ടോ. നമുക്ക് ഈ ഒരു ഏജിൽ ബോയ് ആണോ ഗേൾ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇവനെ എന്തായാലും ഞങ്ങൾ കൺഫേം ചെയ്തു ട്ടോ. പേര് വിട്ടിട്ടുണ്ട്. സ്നോബലിനായിരുന്നു. പിന്നെ അത് കുറച്ച് എന്താ പറയാ കുറെ കോമൺ അല്ലേ. സോ സ്നോബി എന്നാക്കിയിട്ടുണ്ട്. അനൂപിയുടെ ബി. ഓക്കെ, ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് ട്ടോ പോയത്. നമ്മുടെ കയ്യിലുള്ള സെയിം മോഡൽ ഡ്രസ്സ് അവിടെ ഉണ്ട് ട്ടോ. നമ്മൾ ജസ്റ്റ് അതിന്റെ റേറ്റ് ഒന്ന് നോക്കി. ഞാൻ വെറുതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസറീസ് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. വേറെ ഒന്നും എനിക്ക് മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. then വേഗം നെടുണ്ട് ഈ അടിമേൽ ചെരുപ്പ് കിടക്കണ. സ്റ്റുഡിയോന്ന് ചെരുപ്പ് എടുത്ത് സ്വന്തം ചെരുപ്പ് ഉപേക്ഷിച്ച ചെരുപ്പുകളാണ്. ഞങ്ങളുടെ ചെരുപ്പ് അതിലുണ്ട്. then ഞങ്ങൾ നാച്ചുറൽസിലേക്ക് പോയിട്ട് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. നാളെ കോളേജിൽ ഒരു ചെറിയ പ്രോഗ്രാം. ആൻഡ് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പോയത്. അവരുടെ ക്ലോസിംഗ് ടൈം ആയിരുന്നു. എന്നിട്ടും അവർ നല്ല അടിപൊളിയായിട്ട് സ്വീകരിച്ചു. പിന്നെ നേരെ ഫുഡ് അടിക്കാനാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടിലുള്ള ഒരു ഷോപ്പാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഞങ്ങൾ ഈ 2 ദിവസം മുന്നേ ആണ് കേട്ടോ അറിഞ്ഞത്. അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ തന്നെ പോയി കഴിക്കാറുണ്ട്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വിശേഷം. ബൈ.